നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വേഗത്തിൽ ട്രാപ്പിലായ ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1958-ലാണ്. ജോർജ് റിലറ്റിക്കും മോഷറും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ റിലറ്റിക് വൈറ്റ് സൈഡും മോഷർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ ഗാംബിറ്റ് ചെയ്യുന്നു. ഈ ഗാംബിറ്റ് ബുഡാപെസ്റ്റ് ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റ് ഇപ്പോൾ ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബ്ലാക്കിനെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ നൈറ്റിനെ G4ലേക്ക് മാറ്റിക്കൊണ്ട് വൈറ്റിന്റെ പോണിനെ തിരിച്ച് അറ്റാക്ക് എടുക്കുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം D5 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വേഗത്തിൽ കാസ്ലിംഗിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റ് മുന്നോട്ട് വരുന്നത് തടയുന്നതിനായിട്ട് E3 മൂവ് ചെയ്തുകൊണ്ട് ക്വീന് വെച്ച് G4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു വൈറ്റിന്റെ മെയിൻ മൂവ്. എന്നാൽ ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. വൈറ്റ് ഇപ്പോൾ E3 മൂവ് ചെയ്യുന്നില്ല, പകരം H3 മൂവ് ചെയ്തുകൊണ്ട് G4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഗെയിമിലെ 4ാമത്തെ മൂവിൽ വൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുകയാണ്. വൈറ്റിന്റെ ഈ ചെറിയൊരു മിസ്റ്റേക്ക് ബ്ലാക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ 4ാമത്തെ മൂവിൽ H3ക്ക് പകരം E3 ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ബിഷപ്പിന്റെ ഡയഗണലും ക്ലോസ് ആകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ആയിട്ടില്ല. ആ ഒരു വീക്ക്നെസ് ബ്ലാക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. ബിഷപ്പ് വെച്ച് F2 പോണിനായിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് അടുത്ത പീസ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുകയാണ്. നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. കിങ് ഇപ്പോൾ E1ലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ ഉപയോഗിച്ച് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല, പകരം കിങ്ങിനെ F3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല, പകരം ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ആ അപകടകരമായിട്ടുള്ള നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് പോണ വെച്ച് തിരിച്ചു വെട്ടാം. ബ്ലാക്കിൻ്റെ മറ്റ് പീസുകളൊന്നും ഡെവലപ്പ് ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ക്വീൻ മാത്രം ഉപയോഗിച്ച് പെട്ടെന്നൊരു ചെക്ക് മേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന പ്രതീക്ഷയിലാണ് വൈറ്റ് ഇവിടെ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ വൈറ്റ് പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് അടുത്ത ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ശരിക്കും ഇനി അടുത്ത 5 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം സമയമെടുത്ത് ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരു ശക്തമായ അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീനെ G3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. കാരണം ആ ക്വീനിപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അല്ലാതെ കിങ്ങിന് പോകാനുള്ള ബാക്കി എല്ലാ സ്കോറുകളും ക്വീനിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് നൈറ്റിനിട്ട് എടുക്കുന്നു. ഇനിയുള്ള ഓരോ മൂവിലും വീഡിയോ പോസ് ചെയ്യാൻ പറയുന്നില്ല. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഓരോ മൂവിലും വീഡിയോ പോസ് ചെയ്ത ശേഷം അടുത്ത മൂവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യലാണ്. F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കാണ്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്കോറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് പോണിട്ട് എടുക്കുന്നു. ഇനി അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതിനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവാണ് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. D6 മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്കോറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കിങ്ങിനെ E4ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ഇനി അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. വീണ്ടും ഒരു ഫോഴ്സ്ഡ് മൂവ് കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ F5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോഴും കിങ്ങിന് മൂവ് ചെയ്യാനുള്ള ഈ സ്കോറുകളെല്ലാം ക്വീനിൻ്റെ കൺട്രോളിലാണ്. ഈ സ്കോറിലേക്ക് പോണ വെച്ച് കൺട്രോളുണ്ട്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്കോറുകളൊന്നുമില്ല. ഇവിടെയും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. ഈ സമയത്ത് ക്വീനിനെ G6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബ്ലാക്ക് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ ഒരു സംശയം തോന്നാം. അതായത് ഈ പൊസിഷനിൽ വൈറ്റ് കിങ് ഉപയോഗിച്ച് പോണിനെടുക്കുമ്പോൾ തന്നെ ക്വീനെ G6ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വിജയിക്കില്ലായിരുന്നെന്ന് തോന്നാം. എന്നാൽ അവിടെ വൈറ്റിന് കിങ് ഉപയോഗിച്ച് E5ലെ പോണിനെ വിട്ടെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട്
ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നതിനോടൊപ്പം പോൺ ഉപയോഗിച്ച് E6 പോണിന് സപ്പോർട്ടും കൊടുത്തത്. അതിനുശേഷം ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കിങ്ങിനെ അതേ പൊസിഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് കിങ്ങിന് പോയി ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് തന്നെയാണ്. കാരണം കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. അതുപോലെ തന്നെ E5 പോണിന് D6 പോണിൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പൊസിഷനിൽ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്ത് മുതൽ ബ്ലാക്ക് ഓരോ പീസുകളായിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടേയിരുന്നത്. എന്തായാലും വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.